സുപ്രധാന വാർത്ത. കൊല്ലം കടക്കലിൽ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിക്കും DYFI പ്രവർത്തകനും സാരമായി പരിക്കേറ്റു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്, അതിനുശേഷം വിശദാംശങ്ങളുമായി ബിനോയ് ചേരും. ബിനോയ് ചേരുന്നു വിശദാംശങ്ങളുമായി. ബിനോയ്, കടക്കലിലെ സ്കൂൾ തെരഞ്ഞെടുപ്പാണ് ഈ ഒരു സംഘർഷത്തിന് കാരണം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. എന്താണ് അതിലെ കൂടുതൽ വിശദീകരണം, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കടക്കലിലെ 2 സ്കൂളുകളിൽ KSUവിന് കാര്യമായ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI SFI പ്രവർത്തകരും തങ്ങൾ കുറച്ച് മണിക്കൂറുകളായി ഇവർ തങ്ങളുള്ള വാക്കേറ്റവും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വെല്ലുവിളിയൊക്കെ നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ KSU പ്രവർത്തകർ KSFI പ്രവർത്തകരിൽ നിന്നും അടിയേറ്റിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് KSU പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കൽ ടൗണിൽ ഒരു പ്രതിഷേധ പ്രകടനവും ഒപ്പം ഒരു പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരുന്നു. ഈ യോഗം നടക്കുന്നിടയിലാണ് വീണ്ടും സംഘർഷം ഉണ്ടായത്. യോഗത്തിൽ CPIM പ്രവർത്തകരെ വളരെ രീതിയിൽ അവഹേളിച്ച് സംസാരിച്ചു എന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് ഈ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. 5 കോൺഗ്രസ് പ്രവർത്തകർക്കും 2 CPIM പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. CPIMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. ഒരാൾക്ക് കുത്തും ഏറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലേക്ക് സംഘർഷങ്ങൾ നീങ്ങി. ഏകദേശം ആദ്യഘട്ടത്തിൽ പോലീസിന് സംഘർഷം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി സംഘർഷം നിയന്ത്രിച്ചു. ഈ പരിക്കേറ്റവർ ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നേരത്തെയും ഇവിടെ കോൺഗ്രസ് CPIM സംഘർഷമൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയായിരുന്നു. പോലീസ് വലിയ ജാഗ്രത പുലർത്തിയത് കൊണ്ട് മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് പോയില്ല. ഇതിനിടയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കട DYFI പ്രവർത്തകർ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞ ഒരു പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ കൂടുതൽ പോലീസ് സംഘത്തെ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ്. വലിയ ശക്തമായ പോലീസ് സംഘം സ്ഥലത്ത് ഇപ്പോൾ കാവലുണ്ട്. കാരണം പരസ്പരം മുഖാമുഖം ഏറ്റുമുട്ടുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ DYFI പ്രവർത്തകർ. ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ യോഗം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് DYFI പ്രവർത്തകർ കൂട്ടമായി എത്തി യോഗം കലക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് സമവേതമായി ഇടപെട്ടു. ഇതിനിടയിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. ഒപ്പം വലിയ പോലീസ് കാവലും അവിടെ ഉണ്ട്. ശരി, ബിനോയ് ആണ്. കൊല്ലം കടക്കലിൽ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. സംഘർഷാവസ്ഥയാണ്, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അവിടെ പോലീസ് അധികൃതരടക്കമുണ്ട്. ഈ ഒരു സംഘർഷാവസ്ഥ തിരിച്ച് സമാധാനത്തിലേക്ക് എത്തിക്കാനായി പോലീസ് അങ്ങേയറ്റം ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു സംഘർഷത്തിൽ മുതിർന്ന നേതാക്കൾ CPIM ബ്രാഞ്ച് സെക്രട്ടറിക്കും DYFI പ്രവർത്തകരും അടക്കം സാരമായി പരിക്കേറ്റതായും വിവരങ്ങൾ ലഭിക്കുന്നു. ബിനോയാണ് വിവരങ്ങൾ നൽകി.